സ്റ്റൗണിലെ പൈഡ് പൈപ്പറിന്റെ കഥ പലരും കേട്ടിട്ടുണ്ടാകും. കുട്ടികളെ സംഗീതത്തിൽ മയക്കിക്കൊണ്ടുപോയ കുഴലൂത്തുകാരന്റെ കഥ. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിൽ ആധുനിക ചരിത്രത്തിൽ അങ്ങനെ ഒരു പൈഡ് പൈപ്പർ ജീവിച്ചിരുന്നുവെന്നും അയാൾ 1000-ഓളം വരുന്ന മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയെന്നും പറഞ്ഞാൽ വിശ്വസിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് മരിച്ചത് 918 പേരാണ്. എല്ലാവരും ഒന്നിച്ച് ജീവനൊടുക്കിയവർ. അതിൽ 300-ലധികം പേർ കുട്ടികളായിരുന്നു. ലോകത്തെ നടുക്കിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടക്കുന്നത് വരെ അമേരിക്കൻ ചരിത്രത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട മറ്റൊരു സംഭവമില്ല. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ 1000-ഓളം വരുന്ന അനുയായികളെ സയനൈഡ് കലർത്തിയ പാനീയം കുടിപ്പിച്ച് കൂട്ടക്കൊല ചെയ്ത ചരിത്രം. അതാണ് ജോൺസ് ടൗൺ. എന്തായിരുന്നു പീപ്പിൾസ് ടെമ്പിൾ? ആരായിരുന്നു ജിം ജോൺസ്? എന്തിനായിരുന്നു ആ മരണങ്ങൾ? ജിം ജോൺസിന്റെ ജീവിതവും പണ്ട് നമ്മൾ കേട്ട പൈഡ് പൈപ്പറിന്റെ കഥയും സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. ഇന്ത്യാനയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജിം ജോൺസ് ജനിച്ചത്. കുട്ടിക്കാലം തൊട്ടേ മതപരമായ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവനായിരുന്നു ജിം ജോൺസ്. വളർന്ന് വലുതായപ്പോൾ കമ്മ്യൂണിസവും സോഷ്യലിസവുമാണ് തന്റെ ആദർശം എന്ന് അയാൾ പ്രഖ്യാപിച്ചു. 1950-കളിൽ അദ്ദേഹം പീപ്പിൾസ് ടെമ്പിൾ എന്ന സഭ സ്ഥാപിച്ചു. അന്നത്തെ കാലത്ത് അസാധാരണമാം വിധം വംശീയ സമത്വത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചു. കറുത്തവർക്കും വെളുത്തവർക്കും തുല്യ പരിഗണന നൽകിയ ജിം ജോൺസിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ആയിരക്കണക്കിന് ആളുകളാണ് പീപ്പിൾസ് ടെമ്പിളിൽ അംഗങ്ങളായത്. ക്രിസ്തുവിന്റെയും ബുദ്ധന്റെയും പുനർജന്മമാണെന്ന് സ്വയം അവകാശപ്പെട്ട് സോഷ്യലിസത്തെ കുറിച്ച് സംസാരിച്ച ആ ആത്മീയ നേതാവ് മെല്ലെ മെല്ലെ സ്വയം ഒരു സ്വേച്ഛാധിപതിയായി മാറി തുടങ്ങുകയായിരുന്നു. 1970-കൾ ആയപ്പോഴേക്കും പീപ്പിൾസ് ടെമ്പിൾ വലിയൊരു പ്രസ്ഥാനമായി മാറി. അതിനൊപ്പം തന്നെ സഭയ്ക്കുള്ളിലെ അനീതികളെ കുറിച്ചുള്ള കഥകളും പുറത്തു വന്നു തുടങ്ങി. 1970-കളിൽ സഭയ്ക്കുള്ളിലെ പീഡനങ്ങളെ കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടെ ജോൺസ് തന്റെ അനുയായികളുമായി തെക്കേ അമേരിക്കയിലുള്ള ഗയാനയിലെ ഉൾക്കാടുകളിലേക്ക് മാറി. അവിടെ ജോൺസ് ടൗൺ എന്ന പേരിൽ ഒരു കാർഷിക കമ്മ്യൂൺ സ്ഥാപിച്ചു. പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരിടം. അവിടെ കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ജിം ജോൺസിന്റെ ലക്ഷ്യം. പുറം ലോകത്തിന്റെ യാതൊരു ഇടപെടലുമില്ലാതെ തന്റെ അനുയായികളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിച്ചു. ജോൺസ് ടൗണിലെ ഭൂരിഭാഗം ആളുകളും ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായിരുന്നു. തുടക്കത്തിൽ കൃഷിയും പ്രാർത്ഥനയും ഒക്കെയായി തരക്കേടില്ലാതെയായിരുന്നു പ്രവർത്തനമെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. ജോൺസിന്റെ വാക്കുകൾ ലംഘിക്കുന്നവർക്ക് ക്രൂരമായ ശാരീരിക ശിക്ഷകൾ നൽകിയിരുന്നതായും വൈറ്റ് നൈറ്റ് എന്ന പേരിൽ ജീവനൊടുക്കുന്ന റിഹേഴ്സലുകൾ പരിശീലിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇവിടുത്തെ അന്തേവാസികൾക്ക് പുറം ലോകവുമായോ കുടുംബവുമായോ ബന്ധമുണ്ടായിരുന്നില്ല. എന്തിന് സ്വന്തം സമ്പാദ്യം പോലും ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. പീഡനങ്ങൾ കൂടുതൽ കഠിനമാവുകയും പോയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാതാവുകയും ചെയ്തതോടെ അന്തേവാസികളുടെ ബന്ധുക്കളുടെ പരാതിയിൽ 1978 നവംബർ 17 അമേരിക്കൻ കോൺഗ്രസ് അംഗം ലിയോ റയാൻ ജോൺസ് ടൗണിലെത്തി. ജോൺസ് ടൗണിന്റെയും ജിം ജോൺസിന്റെയും ഗതി മാറ്റിയ സന്ദർശനമായിരുന്നു ലിയോ റയാന്റെ വരവ്. കൺസേൺഡ് റിലേറ്റീവ്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ജോൺസ് ടൗണിലെ അന്തേവാസികളുടെ ബന്ധുക്കൾ ചേർന്ന് ലിയോ റയാനെ സമീപിച്ചത്. അവിടെ ആളുകൾ തടവിലാക്കപ്പെട്ടിരിക്കുകയാണെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നുമുള്ള ബന്ധുക്കളുടെ പരാതി അന്വേഷിക്കാൻ ലിയോ റയാനും മാധ്യമപ്രവർത്തകരും ബന്ധുക്കളും അടങ്ങുന്ന സംഘം ഗയാനയിലെത്തി. നവംബർ 17 റയാനും സംഘവും ജോൺസ് ടൗണിലെത്തി. തുടക്കത്തിൽ എല്ലാം ശുഭകരമാണെന്ന് തോന്നിപ്പിക്കാൻ ജിം ജോൺസ് ശ്രമിച്ചു. അതിഥികൾക്കായി ഒരു വിരുന്നും സംഗീത പരിപാടിയും ഒരുക്കി. എന്നാൽ വിരുന്നിനിടെ ഒരാൾ ഒരു ചെറിയ കടലാസ് കഷ്ണം മാധ്യമപ്രവർത്തകർക്ക് രഹസ്യമായി കൈമാറി. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ദയവായി ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. അടുത്ത ദിവസം നവംബർ 18 ഉച്ചയോടെ തങ്ങളെയും തിരികെ കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് ജോൺസ് ടൗണിലെ 15ഓളം അന്തേവാസികൾ റയാനെ സമീപിച്ചു. ഇത് കണ്ട് പ്രകോപിതനായ ജോൺസിന്റെ ഒരു അനുയായി ലിയോ റയാനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചു. സ്ഥിതി വഷളാകുമെന്ന് മനസ്സിലാക്കിയ റയാൻ തന്നോടൊപ്പം വരാൻ തയ്യാറായ അന്തേവാസികൾക്കൊപ്പം ഉടൻ തന്നെ അടുത്തുള്ള പോർട്ട് കൈറ്റുമ വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. പക്ഷെ ദാരുണമായ സംഭവമായിരുന്നു പിന്നീട് നടന്നത്. വിമാനത്തിൽ കയറാൻ ശ്രമിച്ച ലിയോ റയാനെയും സംഘത്തെയും ജിം ജോൺസിന്റെ അനുയായികൾ ആക്രമിച്ചു. ആ വെടിവെപ്പിൽ റയാനെ കൂടാതെ ഒരു NBC ക്യാമറാമാനും റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും സഭ വിട്ടുപോകാൻ തയ്യാറായ ഒരു യുവതിയും കൊല്ലപ്പെട്ടു. ഒരു അമേരിക്കൻ കോൺഗ്രസ് അംഗം കൊല്ലപ്പെടുന്ന ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത്.
ഇനിയാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായതും ദാരുണമായതുമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ലിയോ റയാൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതോടെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന ജിം ജോൺസ് അനുയായികളോട് ആ ഭീകരമായ ആഹ്വാനം നടത്തി: ഒന്നിച്ച് ജീവനൊടുക്കും. നവംബർ 18 വൈകുന്നേരം എല്ലാവരെയും വിളിച്ചുകൂട്ടി ജോൺസ് സയനൈഡ് കലർത്തിയ പാനീയം നൽകി. ആദ്യം കുട്ടികൾക്ക് വിഷം നൽകി. ജിം ജോൺസിന്റെ ആത്മീയ ഉത്ബോധനങ്ങളിൽ അന്ധരായ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾ കൺമുന്നിൽ മരിച്ചു വീഴുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞു. FBI പിന്നീട് കണ്ടെടുത്ത ഡെത്ത് ടാപ്പ് എന്ന ഓഡിയോ റെക്കോർഡിംഗിൽ കുട്ടികളുടെ ഹൃദയഭേദകമായ നിലവിളികൾ കേൾക്കാം. എതിർത്തവരെ വെടിവെച്ചുകൊണ്ടു. 918 പേരാണ് സയനൈഡ് കലർത്തിയ ജ്യൂസ് കഴിച്ച് മരിച്ചു വീണത്. ജിം ജോൺസ് സ്വയം വെടിവെച്ചു മരിച്ചു. പിറ്റേന്ന് സൈന്യം എത്തുമ്പോൾ കണ്ടത് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന നിശബ്ദമായ ഒരു പ്രേത നഗരമായിരുന്നു. ജോൺസ് ടൗൺ നൽകുന്ന പാഠം വളരെ വലുതാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരും സമ്പന്നരും വരെ ജിം ജോൺസിന്റെ അനുയായികളായിരുന്നു. നാടോടിക്കഥയിലെ പൈഡ് പൈപ്പറിന്റെ സംഗീതം എങ്ങനെയാണോ കുട്ടികളുടെ ചിന്താശേഷിയെ സ്വാധീനിച്ചത്, അതുപോലെ തന്നെയായിരുന്നു ജിം ജോൺസിന്റെ വാക്ചാതുരിയും പ്രവൃത്തികളും. പൈഡ് പൈപ്പറിന്റെ ഫ്ലൂട്ട് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയായിരുന്നു ജിം ജോൺസിന്റെ പ്രസംഗങ്ങൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും അദ്ദേഹം നൽകിയ സ്വർഗം ഭൂമിയിൽ കെട്ടിപ്പടുക്കാം എന്ന വാഗ്ദാനം ഒരു സംഗീതം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. യുക്തിപരമായി ചിന്തിക്കുന്നതിന് പകരം വികാരപരമായ ഒരു തള്ളിച്ചയിലാണ് അവർ സഭയിൽ ചേർന്നത്. ചരിത്രം നമുക്ക് മുന്നിൽ വെക്കുന്ന ഭീതിജനകമായ ഒരു പാഠമുണ്ട്. ഹാമിലിനിലെ കുട്ടികൾ പൈഡ് പൈപ്പറിന്റെ കുഴൽവിളി കേട്ട് നടന്നത് ഒരു അത്ഭുത ലോകം സ്വപ്നം കണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ജോൺസ് ടൗണിലെ 900-ലധികം മനുഷ്യർ ജിം ജോൺസിനൊപ്പം ഗയാനയിലെ കാട്ടിലേക്ക് പോയതും ഒരു സ്വർഗം തേടിയായിരുന്നു. തങ്ങളെ നയിക്കുന്നത് ഒരു രക്ഷകനല്ല, മറിച്ച് വിനാശത്തിന്റെ കുഴലൂത്തുകാരനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വന്തം യുക്തിയും ചിന്താശേഷിയും മറ്റൊരാൾക്ക് പണയപ്പെടുത്തുമ്പോൾ അവിടെ വിവേകം ഇല്ലാതാകും. അധികാരം കയ്യിലുള്ളവർ സ്വർഗത്തെക്കുറിച്ച് വാഗ്ദാനം നൽകുമ്പോൾ ഓർക്കുക, ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പും ഇതുതന്നെയാണ്.